അമ്മുവിൻ്റെ അടുക്കളയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു അറബിക് റൈസാണ്, സുർബിയാൻ റൈസ്. ഇതിന് വേണമെങ്കിൽ യമനി ബിരിയാണി എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. യമനി ബിരിയാണി സാധാരണഗതിയിൽ മട്ടൺ വെച്ചിട്ടാണ് ചെയ്യുന്നത്. നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബീഫാണ്. ബീഫ് വെച്ചിട്ടും ചിക്കൻ വെച്ചും ഒക്കെ നമുക്കിത് തയ്യാറാക്കാവുന്നതാണ് കേട്ടോ. അതിന് വേണ്ടുന്ന ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. 1.5 കിലോ ബീഫും 5 കപ്പ് റൈസുമാണ് സുർബിയാൻ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് നമ്മൾ ചെയ്യുന്നത് അറബിക് റെസ്റ്റോറൻറ്റ് സ്റ്റൈലാണ്. സുർബിയാൻ റൈസ് തയ്യാറാക്കുന്നതിന് വേണ്ടി ആദ്യം നമുക്കൊരു മസാല തയ്യാറാക്കി എടുക്കണം. അതിനുവേണ്ടി 1/4 കപ്പ് മുഴുവൻ മല്ലിയും 1/4 കപ്പ് ജീരകവും ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകത്തിൻ്റെ ഫ്ലേവറാണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. നല്ല ജീരകമാണ്, അതായത് ചെറിയ ജീരകമാണ് നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 1 ടേബിൾ സ്പൂൺ കുരുമുളകാണ്. അതുപോലെ തന്നെ 2 ഇഞ്ച് നീളത്തിലുള്ള പട്ട, 1/4 ടേബിൾ സ്പൂൺ ഏലക്ക, 1/4 ടേബിൾ സ്പൂൺ ഗ്രാമ്പു. ഇത്രയും ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. വറുത്ത് പൊടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ജീരകം പൊട്ടി വരുന്നവരെ ചെറു തീയിലിട്ട് കൊടുത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ചെറു തീയിലിട്ട് തന്നെ വറുക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. ഇളക്കിക്കൊണ്ടിരിക്കണം. തീ ഓഫ് ചെയ്തതിന് ശേഷം, ജീരകം പൊട്ടി തുടങ്ങി തീ ഓഫ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടെ ഇളക്കി ഒന്ന് യോജിപ്പിക്കാം. മഞ്ഞൾപ്പൊടി ഒന്ന് നന്നായിട്ട് ചൂടാക്കി എടുക്കണം. കരിഞ്ഞു പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. തണുത്ത് കഴിയുമ്പോൾ ഇത് നന്നായിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. തീ അടുപ്പത്തൊന്ന് മാറ്റി വെച്ചാലും കുഴപ്പമില്ല കേട്ടോ. അടുപ്പിൻ്റെ ചൂടുകൊണ്ട് മഞ്ഞൾപ്പൊടി കരിഞ്ഞു പോകരുത്. ഇനി മറ്റൊരു പാത്രത്തിലേക്ക് നമ്മൾ ബിരിയാണി മസാല തയ്യാറാക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ബീഫ് ഇട്ട് കൊടുത്ത് ബീഫ് ഒന്ന് വേവിക്കുകയാണ് ആദ്യം ചെയ്യുന്നത് കേട്ടോ. ഈ വലിപ്പത്തിലാണ് ഞാനിത് നുറുക്കിയെടുത്തിരിക്കുന്നത്. വലിയ കഷ്ണങ്ങളാക്കി നമ്മൾ ബിരിയാണിക്ക് എടുക്കുന്ന പോലെ എടുത്താലും കുഴപ്പമില്ല. ഇതൊരു മീഡിയം സൈസ് കഷ്ണങ്ങളാണ് ബീഫ് നുറുക്കിയെടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായി അരിഞ്ഞ 3 സവോളയാണ്. 2.5 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കാം. 1 കപ്പ് കട്ടി തൈര്, അധികം പുളിയില്ലാത്ത കട്ടി തൈര് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയാണ്. 2 തക്കാളിയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു 1/4 കപ്പ് വെജിറ്റബിൾ ഓയിൽ ചേർത്ത് കൊടുക്കാം. വെജിറ്റബിൾ ഓയിൽ വേണമെങ്കിൽ 1/4 കപ്പിന് കുറച്ചുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 1/4 കപ്പ് വെജിറ്റബിൾ ഓയിലും 2 ടേബിൾ സ്പൂൺ നെയ്യുമാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കി അതിൻ്റെ സ്ഥാനത്ത് ഓയിൽ ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാല കൂട്ട് ചേർത്ത് കൊടുക്കാം. അതിൽ നിന്നൊരു 1 ടേബിൾ സ്പൂൺ മസാല ഒന്ന് മാറ്റി വെക്കാം കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടത് പൊടിയായി അരിഞ്ഞെടുത്ത മല്ലിയിലയാണ്. 1 കപ്പ് മല്ലിയില ചെറുതായി നുറുക്കിയെടുത്ത 1 കപ്പ് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൈവച്ച് തന്നെ നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കാം. 1-2 മിനിറ്റ് ബീഫ് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. സമയമെടുത്ത് തന്നെ ഇളക്കി യോജിപ്പിക്കാൻ ശ്രദ്ധിക്കാം. മസാലയൊക്കെ എല്ലായിടത്തും പിടിച്ചു വരാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ ചെയ്യുന്നത്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്കിത് വേണമെങ്കിൽ കുക്കറിൽ തയ്യാറാക്കാം കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കുക്കറിൽ ഒരു 80% വരെ വേവിച്ചെടുത്താൽ മതിയാകും. ഞാൻ കുക്കറിലല്ല, ഇതേ പാത്രത്തിൽ തന്നെ വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്. അതിലേക്ക് അതുകൊണ്ട് തന്നെ ഒരു 2.5-3 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ വെള്ളത്തിലാണ് ബീഫ് വെന്ത് വരുന്നത്. നമുക്ക് സുർബിയാൻ റൈസ് സെറ്റ് ചെയ്യുമ്പോൾ മസാലയിൽ കുറച്ച് വെള്ളം ആവശ്യമാണ്. അപ്പോൾ അതിനുകൂടെ വേണ്ടിയിട്ട് നമ്മൾ ഒരല്പം കൂടുതൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് കുക്ക് ചെയ്യുക. ഏകദേശം ഒരു 30 മിനിറ്റ് അല്ലെങ്കിൽ 80% ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ബീഫൊന്ന് നന്നായി വേവിച്ചെടുക്കണം. നന്നായിട്ടല്ല, ഒരു 80%. അത് കഴിഞ്ഞ് ബാക്കി ദമ്മിടുമ്പോൾ വെന്തോളും. അതുകൊണ്ടാണ് 80% വേവിച്ചെടുക്കാമെന്ന് പറയുന്നത്. അത് ബീഫ് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. ഒരു പാത്രത്തിലേക്ക് 4 ടേബിൾ സ്പൂൺ വെജിറ്റബിൾ ഓയിലും 4 ടേബിൾ സ്പൂൺ നെയ്യും ചേർത്ത് കൊടുക്കുന്നുണ്ട്. നെയ്യ് വേണമെങ്കിൽ ഒഴിവാക്കി ഓയിൽ തന്നെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിത് സവാളയൊക്കെ വറുത്തെടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് എണ്ണ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1 സവാള കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യ് ചേർത്ത് കൊടുത്തു കഴിയുമ്പോൾ ഒരു പ്രത്യേക വാസനയായിരിക്കും. നമ്മൾ വറുത്തെടുക്കുന്ന സവാളയ്ക്ക് നല്ലൊരു വാസന ഉണ്ടാവും. അതുകൊണ്ടാണ് നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. നെയ്യ് വേണ്ടാന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം കേട്ടോ. സവാള നന്നായി ഒന്ന് വറുത്തെടുക്കാം. കരിഞ്ഞു പോകരുത്, പ്രത്യേകം ശ്രദ്ധിക്കുക. സവാള ഏകദേശം ഈ പരുവത്തിന് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ്. ഉരുളക്കിഴങ്ങ് നമുക്കൊരു 4-5 ഉരുളക്കിഴങ്ങ് വരെ ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ 2 ഉരുളക്കിഴങ്ങാണ് എടുത്തിരിക്കുന്നത്. എൻ്റെ കയ്യിൽ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് 2 എടുത്തത്.
അത് ഇതുപോലെ ഒന്ന് ക്യൂബായിട്ട് നുറുക്കിയെടുത്തതിന് ശേഷം ഒന്ന് വറുത്തെടുക്കുകയാണ്. ഉരുളക്കിഴങ്ങ് നന്നായി വെന്ത് വരേണ്ട ബീഫിൻ്റെ കൂടെ ഇത് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഉരുളക്കിഴങ്ങ് ഒന്നുകൂടെ വെന്ത് വരും. ഇതുപോലെ സൈഡൊക്കെ ഒന്ന് മൊരിച്ചെടുത്താൽ മതിയാകും. ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കുന്ന പരുവത്തിന്. അകം വെന്തില്ലെങ്കിലും കുഴപ്പമില്ല, പെട്ടെന്ന് തന്നെ നമുക്കിതുപോലെ ഒന്ന് വറുത്തെടുത്ത് മാറ്റാവുന്നതാണ്. ഇനി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുന്നത് ക്യാരറ്റാണ്. ഞാനിവിടെ ഒരു ക്യാരറ്റ് നീളത്തിൽ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ക്യാരറ്റ് ഗാർണിഷിങ്ങിന് വേണ്ടി മാത്രമാണ്, അല്ലാതെ ഇതിൻ്റെ ഫ്ലേവറിന് ടേസ്റ്റിനെ അതല്ലെങ്കിൽ നിർബന്ധമായിട്ട് ഇത് ഉപയോഗിക്കണമെന്നോ ഇല്ല. ഇത് ജസ്റ്റ് ഗാർണിഷിങ്ങിന് വേണ്ടിയിട്ട് ഒരു കളറും കൂടെ കിട്ടാൻ വേണ്ടിയിട്ടും ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ജസ്റ്റ് 2 മിനിറ്റ് ഒന്ന് സോട്ട് ചെയ്തത് അങ്ങ് കോരി മാറ്റാവുന്നതാണ് കേട്ടോ എണ്ണയിൽ നിന്ന്. ഇനി നമുക്ക് അരി എങ്ങനെയാണ് വേവിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ ഏകദേശം 3 ലിറ്റർ വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മളിത് തിളപ്പിച്ച് ഊറ്റിയെടുക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് വറ്റിച്ചെടുക്കുകയല്ല ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും കൂടുതൽ വെള്ളം വെച്ചിരിക്കുന്നത്. ഞാനിവിടെ 5 കപ്പ് ബസ്മതി റൈസ് 30 മിനിറ്റ് കുതിർത്തെടുത്തതിന് ശേഷം നന്നായി കഴുകി വാരി വെള്ളം വാരാനായിട്ട് ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. നമുക്കിനി തിളപ്പിക്കാനായി വെച്ചിരിക്കുന്ന വെള്ളത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഒരു 6-8 ഏലക്ക ചേർത്ത് കൊടുക്കാം. ചെറിയ ഏലക്ക ആയതുകൊണ്ടാണ് കേട്ടോ 8 എണ്ണം ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ കൂടെ 7 ഗ്രാമ്പു കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ആ ഉള്ളി വറുത്ത് വെച്ചിരുന്ന എണ്ണയിൽ നിന്ന് ഒരു 3-4 ടേബിൾ സ്പൂൺ എണ്ണ കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഉള്ളി വറുത്ത എണ്ണയ്ക്ക് ഒരു പ്രത്യേക ഫ്ലേവറാണ്, അതുകൊണ്ടാണ് ഞാൻ അത് തന്നെ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. വെള്ളം ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരുന്ന അരി കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഒരു 10 മിനിറ്റിൽ കൂടുതൽ വേവിക്കേണ്ടി വരത്തില്ല. ഒരു 60% വെന്താൽ മതിയാകും. ചോറര 60% വെന്ത് കഴിയുമ്പോൾ നമുക്കിത് വെള്ളത്തിൽ നിന്ന് കോരി മാറ്റിയെടുക്കാം. കോരിയെടുക്കും, അല്ലെങ്കിൽ വെള്ളം ഊറ്റിക്കളയോ എന്ത് വേണമെങ്കിലും ചെയ്തെടുക്കാം. നമ്മുടെ അരി ഏകദേശം തയ്യാറായി കഴിഞ്ഞു. ഒരു 60% വെന്തിട്ടുണ്ട്. ബാക്കി നമ്മൾ ദമ്മിടുമ്പോൾ വെന്ത് കൊള്ളും. ഇനി നമുക്ക് അരി ഒന്ന് വെള്ളം ഊറ്റിക്കളഞ്ഞെടുത്ത് മാറ്റി വയ്ക്കാം. ഈ സമയം ബീഫ് എന്തായെന്ന് നോക്കാം. ബീഫ് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ. നമുക്ക് ഇതുപോലെ വെള്ളം ആവശ്യത്തിനുണ്ടാകണം. ഇതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കിഴങ്ങ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്ക് കിഴങ്ങ് എത്ര വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം, നമ്മുടെ ഇഷ്ടമാണ് കേട്ടോ. ഇത് കഷ്ണങ്ങളിൽ മെയിനായിട്ട് കിഴങ്ങ് അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. അതായത് ഈ റൈസിൻ്റെ മസാലയ്ക്കകത്ത് കിഴങ്ങ് വേണം. കിഴങ്ങും ഇറച്ചിയും കൂടെ മിക്സ് ചെയ്താണ് ഇതിൻ്റെ മസാല തയ്യാറാക്കി എടുക്കുന്നത്. ഇപ്പോൾ 80% വെന്ത് വന്നു എന്ന് പറഞ്ഞല്ലോ. ഇതിലേക്ക് നമ്മൾ തീ ഏറ്റവും കുറച്ചിട്ടതിന് ശേഷം നമ്മൾ അരി പകുതി നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന അരി പകുതിയോളം ചേർത്ത് കൊടുക്കുകയാണ്. ഈ സമയത്ത് നമുക്കൊരു സാഫ്രോൺ വാട്ടർ തയ്യാറാക്കണം. ഞാൻ ഇത് സ്കിപ്പ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ പകുതി വേവിച്ചതിന് ശേഷം പകുതി അരി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ മസാലപ്പൊടി കുറച്ച് ഇട്ട് കൊടുക്കാം. അതിലേക്ക് 2 സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ വാട്ടർ കൂടെ ചേർത്ത് കൊടുക്കണം. പകുതി സാഫ്രോൺ വാട്ടർ കൂടെ ഈ സമയത്ത് ചേർത്ത് കൊടുക്കണം. ഞാനത് ഒഴിവാക്കിയിരിക്കുകയാണ്. ബാക്കി അരി കൂടെ ചേർത്ത് കൊടുക്കാം. സാഫ്രോൺ വാട്ടർ തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് 2-3 നുള്ള് സാഫ്രോൺ ഒന്ന് പൊടിച്ചെടുത്ത് അതിലേക്ക് ചെറു ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും കേട്ടോ. പിന്നെ നമ്മൾ ബാക്കി അരിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. വറുത്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റ്, ഉള്ളി, മസാലപ്പൊടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ സാഫ്രോൺ വാട്ടറും 2 ടേബിൾ സ്പൂൺ നെയ്യ്, മല്ലിയില ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കശുവണ്ടിയോ മുന്തിരിയോ ഒക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഈ റൈസിന് അത് നിർബന്ധമില്ല. ഇനി നന്നായിട്ട് ടൈറ്റായിട്ടൊന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഹോളുള്ളതും കൂടെ ഞാനൊരു ഫോയിലിൻ്റെ കഷ്ണം വെച്ചൊന്ന് അടച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. അലുമിനിയം ഫോയിലിൻ്റെ പീസ് ഒന്ന് ചുരുട്ടി വെച്ചിട്ട്. ഇനി ഇതിങ്ങനെ വെച്ചിട്ട് ചെറു തീയിൽ ഒരു 15 മുതൽ 20 മിനിറ്റ് വരെ ഒന്ന് വേവിച്ചെടുക്കണം. ഏറ്റവും ചെറു തീയിൽ വെക്കാൻ പറ്റുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ബീഫ് ബാക്കി വേവാനുള്ളതും കൂടെ വെന്തോളും, ചോറ് ബാക്കി വേവാനുള്ളത് വെന്തോളും. നമ്മുടെ ഇവിടെ ഞാനൊരു 15 മിനിറ്റ് 20 മിനിറ്റോളം ആയിട്ടുണ്ട്. നമ്മുടെ റൈസ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് മസാലയും എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ സുർബിയാൻ റൈസ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ സാഫ്രോൺ വാട്ടർ ഒഴിച്ചു കൊടുക്കുന്നത് അതിൻ്റെ ഫ്ലേവർ ഹൈലൈറ്റ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് സാഫ്രോൺ വാട്ടർ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചു കൊടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. അറബിക് ഡിഷസിലെല്ലാം സാഫ്രോൺ വാട്ടർ എന്ന് പറയുന്നത് ഒഴിവാക്കാൻ പറ്റാത്തൊരു ഘടകമാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ സുർബിയാൻ റൈസ് തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കാവുന്നതാണ്. വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ബെൽ ബട്ടൺ കൂടെ പ്രസ് ചെയ്താൽ നോട്ടിഫിക്കേഷൻസ് ഒക്കെ അപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും.
താങ്ക് യു ഫോർ വാച്ചിങ്. തുടർന്നും നമുക്ക് വീണ്ടും വീഡിയോകളുമായി കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.